എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. സജ്ന നൂർ, റസൂൽ പൂക്കുറ്റി, ഫിറോസ് ഖാൻ, 3 പേരെയും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമല്ലോ അല്ലേ? പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവർ 3 പേരുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയെ പറ്റിയിട്ട് വലിയ വിശദീകരണമൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ റസൂൽ പൂക്കുറ്റിയെ എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഒരു അതുല്യ കലാകാരനാണ്. മറ്റേത് രണ്ടും ഇവിടെ കേരളത്തിൽ കുറച്ച് ആളുകൾക്ക് അറിയാം. ഓക്കെ, മാറി നിൽക്ക്. ഇപ്പോഴത്തെ പുതിയ കോൺട്രവേഴ്സി, ഇന്നലെ ഈ സജിന കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, അതിലിവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പറ്റുന്നു, എനിക്ക് തുടക്കത്തിൽ തന്നെ ചോദിക്കാനുള്ളതാണ്, സജിനയോടാണ്. എങ്ങനെ പറ്റുന്നു ചേച്ചി ഈ കയറി ഇരുന്ന് ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഥ പറയാൻ? ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുമോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് ചേച്ചി. ഒരാളും വരത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സജിന ഇന്നലെ കൊടുത്ത ഇന്റർവ്യൂ, എൻ്റെ പൊന്നുമോളെ, നീ എത്രയൊക്കെ വന്ന് നീ കഥ പറഞ്ഞാലും, വീണ്ടും എനിക്കത് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, നീ എത്രയൊക്കെ ഇനി വന്ന് കഥ പറഞ്ഞാലും കാര്യമില്ല. നിന്റെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞതാ. നീ തന്നെ റസൂൽ പൂക്കുറ്റിയോട് ഏകദേശം ഒരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് 3 കോടി കിട്ടിയാൽ ഓക്കെ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും കേട്ട് കഴിഞ്ഞതാ. പിന്നെ വന്നിട്ട് ഇപ്പൊ ഇരുന്ന് റസൂൽ പൂക്കുറ്റി ദൈവമാണ്, പ്ലംബറാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. ഓക്കെ, എന്തായാലും വെറുപ്പിക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ നമുക്ക് ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പം ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങൾ മിക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. അല്ലല്ല, റസൂലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാത്ത അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈ പിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ വഴക്കുകളുണ്ടാവാം ഞങ്ങൾ തമ്മിൽ, ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ. ഞാൻ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. എനിക്ക് മാത്രമാണോ ചിരി വരുന്നത്, അതോ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ ഇതൊക്കെ കണ്ടിട്ട്? ഒരാൾ കരയുമ്പോൾ അപ്പുറത്തിരുന്നത് കണ്ട് ചിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവരെ പോലുള്ള ആളുകൾ അവർ കരയുന്ന കാണുമ്പോഴത്തേക്ക് ചിരിയേ വരുന്നുള്ളൂ. അവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഡോക്ടറാണ്, വക്കീലാണ്, ചേട്ടനാണ്, മാമനാണ്, അപ്പൂപ്പനാണ്, അച്ഛനാണ്. പൊന്നു ചേച്ചി, ദൈവമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വ്യക്തിയോട് തന്നെയല്ലേ നിങ്ങൾ ലൈഫിൽ നിന്ന് പോകണമെങ്കിൽ 3 കോടി തരണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാ. സജിന നൂറെ പിടികിട്ടിയോ? നിങ്ങൾ ഈ കഥ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങളെപ്പോലെ കുറേ സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്, കുറേ സ്ത്രീകൾ, ഭൂരിഭാഗമൊന്നും ഞാൻ പറയുന്നില്ല, നല്ല സ്ത്രീകളും ഉള്ളൊരു നാടാണ് കേട്ടോ നമ്മുടെ. പക്ഷെ ഇതുപോലുള്ള കുറച്ച് സ്ത്രീകൾ ഉണ്ട് ഈ നാട്ടിലെ. ചില പുരുഷന്മാരെ പറ്റി പറയുന്നുണ്ടല്ലോ, കൊച്ചു പിള്ളേരെ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെയുള്ളവന്മാരെ പോലെ തന്നെ ഉള്ള ചില സ്ത്രീകളുണ്ട്. അതിലൊക്കെ പെടുത്താൻ പറ്റിയ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇവരുടെ ഈ കഥയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്? റസൂൽ പൂക്കുറ്റി അങ്ങനെയാണ്, നല്ല എന്നെ മറ്റേ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തിയ ആളാണ്, മറ്റേതാണ് മറിച്ചതാണ്, എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ ചെയ്ത ആളോടാണോ മോളെ 3 കോടി നീ ചോദിച്ചത് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ? അതോ നീ പറഞ്ഞ കണക്ക് മറ്റേ എന്തോ ഒരു സാധനം നിന്റെ അങ്ങോട്ട് ഇട്ട് ഒരു കൊച്ചിനെ അതിൻ്റെ പേരിലാണോ? അല്ല, ഇത് ചോദിക്കാൻ നിനക്കൊരു നാണോ ഇല്ലേ? പണിയെടുത്ത് തിന്നടി, പണിയെടുത്ത് തിന്നെ, അല്ലാതെ വല്ലവനും ഉണ്ടാക്കി തന്നിട്ടല്ല. പിടികിട്ടിയോ?
ബാക്കി ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ, അത് അതും പറയേണ്ട അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു, ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെൻ്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നു. അപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മുഖമൊക്കെ മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്. ഇല്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് പറയുന്നത്, സജന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി. ഫെമിനിസ്റ്റുകളുടെ നേതാവ് കേരളത്തിലെ ദിയാസന ചേച്ചി, എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നാര ചേച്ചിയെ ഞാൻ ഒന്നും പറയത്തില്ല. ഒരൊറ്റ ചോദ്യം, ദിയാസന ചേച്ചി, സജിന പറയുന്നതിലൊക്കെ വല്ല സത്യമുണ്ടോ? AC റൂമിൽ കയറിയിരുന്ന് ചേട്ടി MDMA എടുത്തിട്ട് വല്ലതൊക്കെ ചെയ്തോ? ഇവരോടും അതെടുത്ത് തിന്നാനെന്നൊക്കെ പറഞ്ഞോ? അല്ല, അവർ പറയുന്നതാ, നമുക്കറിയത്തില്ല. ഈ ദിയാസനെ പോലുള്ള ആളുകളോട് എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ചാടിത്തുള്ളി ഇറങ്ങാറുണ്ട് ഈ ഫെമിനിസം പിടിച്ചോണ്ട്. ഈ കഴിഞ്ഞ ദിവസം അൻസിബാസിൻ്റെ ഒരു കേസിൽ ഇവരെ ആരെയും കേരളത്തിൽ നിന്ന് ഒരൊറ്റ ഫെമിനിസ്റ്റ് പോലും സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഇവിടെ എന്തോരം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. ഒരു ഫെമിനിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല അവർക്കൊന്നും വേണ്ടി നിൽക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടേ ഈ ഫെമിനിസ്റ്റുകളോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ്. പിന്നെ അതുപോലുള്ള വലിയ ഏതോ ഒരാളെ പറ്റിയിട്ടാണ് ഇപ്പോൾ സജന പറയുന്നത്. വീട്ടിൽ കയറി വന്നു, 4 മാസം 5 മാസേ ആവുന്നുള്ളൂ, ഇങ്ങനൊരു പരിപാടി ചെയ്തു എന്നൊക്കെ. ഈ 4-5 മാസം മുമ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റിൽ കിട്ടുമോ എനിക്കറിയത്തില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആരോപണത്തിൽ ദിയാസന ചേച്ചി പെടും കേട്ടോ. എന്തെങ്കിലും ഒരു എന്ത് പെടാനല്ലേ? നിങ്ങളൊക്കെ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരല്ലേ, ഭീഷണിപ്പെടുത്താനും കൂടെ നിൽക്കാനും ഒക്കെ വൻ മരങ്ങൾ കാണുമല്ലോ. നമ്മളെപ്പോലുള്ള ആളുകൾ ചോദ്യം ചോദിച്ചാലും അടിച്ചില്ലാതാക്കാൻ പറ്റുമല്ലോ അല്ലേ? ബാക്കി പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണത്. വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത്. ഇയാളെ വേണ്ടാന്ന് വെച്ച് വേറെ ആളുടെ കൂടെയാണോ പോയത്? അല്ല, അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ, അത് നല്ലൊരു പരിപാടിയാണ്. എല്ലാ സ്ത്രീകളും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരുത്തനെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവനെ വേണ്ടാന്ന് വെക്കുക. പറ്റുമെങ്കിൽ അവൻ പരിചയപ്പെടുത്തി ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പോവുക. ആഹാ, എന്താ ബ്യൂട്ടിഫുൾ അല്ലേ? എന്നിട്ടിരുന്ന് മെഴുകുക. നമ്മളെല്ലാവരും കണ്ടതാണ് ഫിറോസ് ഖാൻ പുറത്തു വിട്ട ആ ഒരു വീഡിയോ, ഇരുന്ന് എഴുതുന്നതൊക്കെ. ഞാൻ വീണ്ടും അതിവിടെ ഒന്നും കുത്തി കയറ്റാത്തതാണ്. എന്തിനാ വെറുതെ കണ്ട സാധനങ്ങൾ വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുന്നത്? പക്ഷെ എനിക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചോദിക്കാൻ ഇത്രേ ഉള്ളൂ, ഇതാണോ ചേച്ചി സ്ത്രീ ജന്മം പുണ്യ ജന്മം എന്നൊക്കെ പറയുന്നത്? ആണോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് വയ്ക്കുക. നമ്മളായിട്ട് മറ്റേ അടിച്ചുറപ്പിച്ച് പറഞ്ഞങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും കൂടെ തെറ്റുകാരനായിരിക്കും, ആക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതാണോ ഈ സ്ത്രീ ജന്മം പുണ്യജന്മം? അവൻ വേണ്ട, അവൻ മോശക്കാരൻ, അവൻ അങ്ങോട്ട് പോട്ടെ, ഞാൻ വേറെ ആളുടെ കൂടെ പോവുക. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് ചേച്ചി? എത്ര എണ്ണം ആയി? 19-ാം വയസ്സിലങ്ങോട്ട് തുടങ്ങിയതല്ലേ? 19-18 ആ സമയത്തങ്ങോട്ട് 19-ലോ 20-ലോ അങ്ങനെയാണ് ഫിറോസ് ഖാനെ കിട്ടുന്നത്. അതിന് മുമ്പ് വേറെ കല്യാണം കഴിച്ചതല്ലേ? 17-ാം വയസ്സിൽ തുടങ്ങിയതാ അല്ലേ? ഇതെന്ന് നിർത്തും? എത്ര പേരുണ്ട് മൊത്തത്തിൽ? ഒരു ഉളുപ്പുന്നാണോ ഒന്നുമില്ലേ? ഒരു പരിധി കഴിയുമ്പോൾ മടുക്കത്തില്ലേ?
ഒറ്റയ്ക്ക് ജീവിക്കാൻ അത്രയ്ക്കും പേടിയാണോ? നമുക്ക് അടുത്തത് കേട്ടാലോ? പിടിച്ചോ. കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്ന ടൂമൊക്കെ എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യേണ്ടി. ഫിറോസ് ഖാൻ, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോവാം. സീരിയസ് ഞാൻ പറയാം. ഫിറോസ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ് ഖാൻ? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ് ഖാൻ. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടിയതുപോലെ തന്നെയാണ് ഫിറോസ് ഖാൻ നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? അത് മാത്രം ഇല്ല ഫിറോസ് ഖാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ് ഖാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് ഖാൻ അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നു, ഞാൻ കാണിച്ചു ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം. ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. ഫിറോസ് ഖാൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്ക് ഇതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാരും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി. ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാറ്. ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും തോന്നുന്ന പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുമോ. പിന്നെ ആൾക്കാർ പറയും, ഓ ഇവൻ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് ഖാൻ മണ്ടത്തരം കാണിക്കാതെ. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഉമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ മതി, ഇത്രയും കേട്ടാ മതി. സജിന നൂർ, എനിക്ക് നിന്നോടാണ് ചോദിക്കാനുള്ളത്. നിനക്കറിയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത വിഷയം വരുമ്പോൾ ഇതങ്ങ് പോകും. അല്ലാതെ നിന്നെ ഒന്നും എന്നും ആൾക്കാരൊന്നും ഓർത്തോണ്ടിരിക്കത്തില്ല. നമ്മളാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഒന്നും എടുത്ത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. നമുക്ക് പുതിയ നല്ല കണ്ടന്റ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകും, നിന്റെ ഒന്നും പുറകെ വരത്തില്ല. അപ്പം നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാറുമ്പോൾ നീയൊക്കെ തന്നെ നാറത്തുള്ളൂ. ഇപ്പം കിടന്ന് പുഴുത്ത് നാറുന്നൊരു നാറ്റം ഉണ്ടല്ലോ, ഒരാൾ പോലും നിന്റെ കൂടെ സപ്പോർട്ടിന് കാണത്തില്ല. ഒരൊറ്റ കമൻറ്റ് പോലും പോസിറ്റീവായിട്ട് നിനക്കൊന്നും വരുന്നത് ഞാൻ കാണുന്നില്ല. ഉണ്ടോ? ഈ വീഡിയോ അടിയിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം നിനക്കൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് വരുമോയെന്ന്. എന്തിനാണ് പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കഥ പറഞ്ഞ് കാണിച്ച് നീ തന്നെ കാണിച്ചില്ലേ? നീ തന്നെ റസൂൽ പൂക്കുറ്റിയുടെ ഫോട്ടോയും എടുത്തു വെച്ച് എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചു. എന്ത് കാര്യത്തിന്? 9 വീക്ക് പ്രഗ്നന്റ്, എന്നിട്ട് ഫോൺ ആരോ ഇൻസ്റ്റ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണ്. എന്തിനീ കഥയൊക്കെ ജനങ്ങളോട് പറയുന്നു? ജനങ്ങളെ ഇതൊക്കെ നിങ്ങൾ കാണിച്ച് പറ്റിക്കാൻ നോക്കുമ്പോൾ റിയാക്ഷൻ നടക്കും ഇവിടെ. മനസ്സിലായില്ലേ? ആട്ടും. ആ ആട്ടിലൂടെ കിട്ടുന്ന ഒരു ഫേം ഉണ്ടല്ലോ, ഒരു ഫെയിം, അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ കളിക്കാൻ ഇറങ്ങുന്നതൊക്കെ ആയിക്കോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഫെയിമൊക്കെ അങ്ങ് പോകും. നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഫെയിം ഉണ്ടല്ലോ, നെഗറ്റീവ് വഴി ഉണ്ടാക്കുന്ന ആ ഒരു ഫെയിം, അത് പോകും. പിന്നെ നാണക്കേടായിട്ട് നിനക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നാളെ നിന്റെ കുട്ടികളുടെ ഫ്രണ്ടിൽ, കുട്ടികളെ എന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ ഫ്രണ്ടിൽ അത് നീ ഓർത്താൽ നിനക്ക് കൊള്ളാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കൂടുതൽ ഈ ഇരുന്ന് വീഡിയോ ക്ലിപ്പുകൾ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. വേണമെങ്കിൽ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ കാണിക്കാം, അതോടുകൂടി നമുക്ക് നിർത്താം. ഇല്ലെങ്കിൽ വേണ്ട, എന്തിനാണ് ഇവളുടെ കഥ പറഞ്ഞിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ? ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം കുറച്ച് കാര്യങ്ങൾ എന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതായത് മൊത്തത്തിൽ ഉടായ്പ. നമുക്കറിയത്തില്ല ഇതിൽ ആരുടെ സൈഡിലാണ് ശരിയെന്നുള്ളത്. നിങ്ങൾക്കറിയോ? കാരണം ഇവരെ ഒന്നും നമുക്ക് പേഴ്സണലി അറിയത്തില്ല. ഇവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് തള്ളുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്കോർ ബോർഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫിറോസ് ഖാൻ കുറച്ചെങ്കിലും ഒരു നീറ്റാണെന്ന് നമുക്ക് പറയാം. സജിന കംപ്ലീറ്റ്ലി പോയി കിടക്കുക. അവരുടെ വോയിസ് അവർ ചോദിച്ചത് പൈസ ചോദിക്കുന്നു, ഭീഷണി, എന്നിട്ട് അവർ തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ട് റസൂൽ പൂക്കുറ്റി എന്തോ വലിയ ആളാണെന്നൊക്കെ പറയുന്നു. എന്നാൽ അവരുടെ വോയിസിൽ അവർ കാണിക്കുന്നത് എന്താ? ഇതൊക്കെ കാണുമ്പോൾ സജിന നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഉടായ്പ ഫ്രോഡാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ. സോ സ്റ്റോപ്പ് ഇറ്റ്, നിർത്തുക. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ പുഴുകിക്കൊണ്ടിരിക്കും, നാറിക്കൊണ്ടിരിക്കും.
എന്നാൽ ആ പിള്ളേർ വളർന്നു വരുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാതെ വരും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.